ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന പേജ് ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നമുക്ക് വീഡിയോസും ഫോട്ടോസും കോളേജും ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ എന്നുള്ള ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് വരുന്നത് ഇങ്ങനൊരു പേജാണ്. അതിൽ ന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ ഗ്യാലറിയിലോട്ടാണ്. അപ്പോൾ നമുക്കിതിൽ ഏത് വീഡിയോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് താഴെ കാണുന്ന ഗ്രീനിലും കൂടി ടിക്ക് ചെയ്താൽ നേരെ നമ്മുടെ പേജിലോട്ട് അത് അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള പല സ്റ്റെപ്പുകളും നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ താഴെ കാണുന്ന പ്ലേ ബട്ടൺ ഒന്ന് ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ പ്ലേ ആവുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എഡിറ്റിങ് തുടങ്ങാം. ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്ന ക്യാൻവാസാണ്. ക്യാൻവാസ് നമുക്ക് മെയിനായിട്ട് ഉപകാരപ്പെടുന്നത്, അതായത് നമ്മുടെ വീഡിയോയുടെ സൈസ്, അതായത് ഏത് സൈസിൽ വേണമെന്നുള്ളത്. ഇപ്പം നമുക്ക് ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ് ഇടാനാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ഷോർട്സ് ഇടാനാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാനാണ്, അല്ലെങ്കിൽ ടിക്ടോക്ക് വീഡിയോസ്, അങ്ങനത്തെ പല തരത്തിലുള്ള വീഡിയോസിനും പല സൈസുകളിലാണ് നമ്മൾ വീഡിയോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ പലതരത്തിലുള്ള സൈസുകളുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് നമുക്ക് അനുയോജ്യമെന്ന് വെച്ചാൽ അത് നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഫ്രീ സൈസാണ് കേട്ടോ സെലക്ട് ചെയ്തത്. എന്നിട്ട് ജസ്റ്റ് ആ മേലെ കാണുന്ന ബട്ടണിലൊന്ന് ഞെക്കി പിടിച്ച് നമ്മളൊന്ന് വലിച്ചു കൊടുത്താൽ നമ്മുടെ ഇഷ്ടാനുസരണം അത് സൂമായി വരും. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഇഷ്ടാനുസരണം അത് ചെയ്യാം. എന്നിട്ട് നമ്മളൊന്ന് പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ സൂമൊക്കെ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് തന്നെ മ്യൂസിക്കാണ്. അപ്പോൾ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കിതാ ഇവിടെ ഇൻഷോട്ടുകാർ തന്നെ നമുക്ക് കുറേ മ്യൂസിക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്, നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊന്ന് സെലക്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ മേലെ കാണുന്ന എക്സാക്റ്റ് ഓഡിയോ ഫ്രം വീഡിയോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു വീഡിയോത്തെ സോങ് അങ്ങനെ തന്നെ ഇതിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക, ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ സോങ് വീഡിയോയോടൊപ്പം തന്നെ നമുക്കത് ആഡ് ആക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അത് നല്ലൊരു മാർഗ്ഗമാണ്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് മൈ മ്യൂസിക്കാണ്. മൈ മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചതായിട്ടുള്ള നമ്മുടെ ഫോണിൽ വരുന്ന ഫയൽസിൽ വരുന്ന മ്യൂസിക്കുകളാണ് മൈ മ്യൂസിക്കിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് പ്ലേ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഭാഗം നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സ്പ്ലിറ്റ് എന്നുള്ള ആ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ അവിടെ സെപ്പറേറ്റ് ആവും, അതായത് ആ സ്പ്ലിറ്റ് ആവും. അപ്പോൾ നമ്മൾ അതിൽ ആവശ്യമില്ലാത്ത ഭാഗം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ടൊന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. അതിനുശേഷം ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ അത് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഏത് മ്യൂസിക്കിൻ്റെ എവിടെ നിന്നാണോ വേണ്ടത് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്, ഇനി നമ്മളിപ്പോൾ ആഡ് ചെയ്ത മ്യൂസിക്കിന് എത്രമാത്രം, അതായത് എത്രമാത്രം നമുക്ക് സൗണ്ട് വേണമെന്നുള്ളത് നമുക്ക് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. അപ്പോൾ നമുക്കിത് നമ്മുടെ ആവശ്യാനുസരണം എത്ര വേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ എഫക്ട്സ് എന്ന് പറഞ്ഞ ഭാഗത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള എഫക്ട്സുകൾ വരും. അപ്പോൾ അതിൽ നമുക്ക് ഓരോന്നും എടുത്ത് നമുക്ക് യോജിക്കുന്ന രീതിയിൽ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു എഫക്റ്റ് സെലക്ട് ചെയ്ത് ഇതാവുന്ന യൂസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല രീതിയിലൊരു ബ്രൈറ്റ്നെസ് തരുന്നതാണ്. അപ്പോൾ നമ്മൾ എങ്ങനത്തെയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് കണ്ടില്ലേ, പലതരത്തിലുള്ള എഫക്ട്സുകളുണ്ട്. ഒക്കെ മാറ്റി മറിച്ചൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അതൊന്ന് ടാപ്പ് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി അടുത്തായിട്ട് തന്നെ വോയിസ് റെക്കോർഡ് ചെയ്യാനായിട്ടൊരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ അതിന്മേൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 സെക്കൻഡ്സ് ടൈമിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ ടൈം തുടങ്ങുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് അതുമ്പോൾ തന്നെ ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടിക്കും കൂടി ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ആ നമ്മൾ ചെയ്ത വോയിസ് നമുക്ക് പ്ലേ ചെയ്ത് കേൾക്കാം. ഇനിയിപ്പോൾ നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഡിലീറ്റ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്യാം. അതുപോലെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം എടുത്ത് ബാക്കി ഭാഗം കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓൺ വോയിസ് ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്ത് കയറ്റാം. അതുപോലെ നമുക്ക് ഡ്രാഗ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് മാറ്റി അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോയ്ക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ആയിരുന്നു സ്റ്റിക്കേഴ്സാണ് കേട്ടോ. അപ്പോൾ ധാരാളം സ്റ്റിക്കേഴ്സ് നമുക്ക് ഇതിൽ തന്നെ ഇൻഷോട്ടിൽ തന്നെ ഉണ്ടാവും. ഇനി അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊരു സ്റ്റിക്കർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ അതിന് ഡ്രാഗ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു കോമ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമ്പോൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് ഡ്രാഗ് ആയി വരും. അപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം എവിടെയാണെന്ന് വെച്ചാൽ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ടിക്ക് ചെയ്യാം.
പിന്നെ പറഞ്ഞത് GF ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അവിടെ നമുക്കിപ്പോൾ ഒരു യൂട്യൂബ് ചാനലുള്ളവരാണെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോയിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് താഴെ എഴുതി കാണിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ സെർച്ച് ബട്ടണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ സബ്സ്ക്രൈബ് എന്ന് അടിച്ചു കൊടുത്തത് കണ്ട ഇതുപോലെ കുറേ GFകൾ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഏത് ഭാഗത്തായിട്ടാണ് അത് വെക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പ്ലേ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ സ്റ്റിക്കർ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, അപ്പോൾ നല്ല രീതിയിൽ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം അത് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഗ്യാലറിയിലത്തെ ഒരു ഫോട്ടോ അങ്ങനെ തന്നെ നമുക്ക് ഇതിലോട്ടൊന്ന് ആക്കണം എന്നുണ്ടെങ്കിൽ ആ പ്ലസ് ബട്ടണിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരെ നമ്മൾ നമ്മുടെ ഗ്യാലറിയിലോട്ടാട്ടോ പോവുക. അപ്പോൾ നമുക്ക് ഏത് ഫോട്ടോയാണോ വേണ്ടത് അപ്പോൾ അത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് നമ്മളിതാ വലിപ്പം കുറച്ചോ കൂട്ടിയോ അങ്ങനെ നമ്മുടെ ഒരു സൈസിൽ നമ്മളതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാണ്ടോ ചെയ്യാം. അതിന് ശേഷം അതിൽ തന്നെ ടെക്സ്റ്റ് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ നമ്മുടെ വീഡിയോയിൽ നമുക്ക് എന്തെങ്കിലും വേർഡ്സുകൾ നമുക്ക് കയറ്റണം, അതായത് നമുക്ക് എന്തെങ്കിലും എഴുത്തുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ എഴുതിയ ടെക്സ്റ്റിൻ്റെ കളറുകൾ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബോർഡർ, അതായത് ആ എഴുത്തിൻ്റെ ബോർഡറുകൾ നമുക്ക് വെറൈറ്റി കളേഴ്സ് കൊടുക്കാം. അപ്പോൾ അതിനൊക്കെ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഷാഡോസ്, ലേബല്, അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ എല്ലാത്തിനും നമുക്ക് കളർ മാറ്റി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഇതിന് താഴെ നമ്മൾ കുറച്ച് ഷേപ്സുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൾ നമുക്കിതിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അത് ഓരോന്ന് ടിക്ക് ചെയ്യുമ്പോൾ ആ ഒരു മോഡലിൽ നമുക്ക് മേലെ കാണുന്നുണ്ടോ, അങ്ങനത്തെ മോഡലിലാക്കിയിട്ട് നമുക്ക് അതിൻ്റെ കളറും ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ വല്ല ബോക്സുകളുള്ളിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് വരുന്നത് നമ്മൾ എഴുതിയിട്ടുള്ള ഫോണ്ടുകൾ പല ടൈപ്പിലുള്ള, അതായത് നമ്മുടെ കൈയക്ഷരം, ആ കൈയക്ഷരം നമുക്ക് പല ആംഗിളിൽ നമുക്ക് ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമുക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തേക്കുമ്പോൾ നമ്മൾ കുറച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിലൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അവിടെ മാറുന്നത് കാണാം. അപ്പോൾ പിന്നെ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ എടുക്കുമ്പോൾ ഇതിൽ നമ്മൾ നമ്മൾ ടൈപ്പ് ചെയ്തേക്കുന്ന ആ വേർഡ്സ് നമുക്ക് ഇപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് നീങ്ങി വരുന്ന പോലെ, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന പോലെ, അല്ലെങ്കിൽ മേലെ നിന്ന് വരെ, അങ്ങനെ നമ്മൾ പലതരത്തിലുള്ള എഫക്റ്റുകൾ ഉണ്ടാവില്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു കാര്യമുണ്ട്. അത് ബേസിക്കായിട്ട് നമുക്ക് ആ ലെറ്റേഴ്സ് അങ്ങനെ നമുക്ക് ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്നില്ല, അതുപോലെ പല ടൈപ്പിൽ നമുക്ക് വരുത്താനായിട്ട് സാധിക്കും, നമ്മുടെ വീഡിയോയിൽ ആഡ് ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പിടിച്ച് ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയാവും. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് എഫക്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫിൽറ്റർ എടുക്കാം. അപ്പോൾ ഫിൽറ്റർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എഫക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇത് എഫക്റ്റുകളാണ് കേട്ടോ. അപ്പോൾ അതായത് സൂമായിട്ട് വരണ പോലെ, അല്ലെങ്കിൽ നമുക്ക് സൂമായിട്ട് ബാക്കോട്ട് പോകുന്ന പോലെ, അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ളതുണ്ട്. ഇപ്പോൾ അതുപോലെ ബ്ലറാവുന്നത്, അതുപോലെ ഒന്ന് ഷെയ്ക്ക് ആവണത്, അങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിലുള്ള എഫക്റ്റുകൾ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോസിന് എങ്ങനത്തെ എഫക്റ്റുകളാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതൊന്ന് നോക്കി സെലക്ട് ചെയ്തൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് സെറ്റാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടതാണ്, നമുക്ക് പല രീതിയിൽ നമുക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്ത് നോക്കുക. എല്ലാം നമ്മൾ ഓപ്പൺ ആക്കിയൊക്കെ നോക്കുക. ഞാനപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതെല്ലാത്തിൽ നിന്നൊന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ എടുത്ത എഫക്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു റിങ്ങിലുണ്ടാവും, അപ്പോൾ അതൊന്ന് എടുത്താൽ മതി. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ഇതുപോലത്തെ ഒരു എഫക്റ്റാണ് കേട്ടോ. ഇത് എന്താ പറയുക, ഇത് നമുക്ക് ഇപ്പോഴത്തെ വീഡിയോസിലേക്കാണല്ലോ ഇങ്ങനെ ഇതാ കണ്ടില്ലേ, വീഡിയോയിൽ കാണുന്ന പോലെ. അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ എടുത്താൽ മതി. ഇതങ്ങനെ വലിയ യൂസ്ഫുള്ളായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. അപ്പോൾ അത് അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടം. പിന്നെ അതുപോലെ ഷാഡോസ് അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അങ്ങനത്തെ സ്റ്റൈലിലുള്ള എഫക്റ്റുകൾ എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്ന വീഡിയോയിൽ നമുക്ക് വേറൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ നമുക്ക് ആഡ് ചെയ്ത് നമ്മുടെ ആ വീഡിയോടൊപ്പം തന്നെ സൈഡിലോ മേൽഭാഗത്തോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു നേരെ ഡയറക്റ്റായിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗ്യാലറി ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ ഗ്യാലറിയിൽ നിന്ന് ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് നമ്മളിതാ ആ വീഡിയോയുടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴെയാണെന്നെങ്കിൽ താഴെ, അല്ലെങ്കിൽ മേൽഭാഗത്താണെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കൊടുത്താൽ ആ വീഡിയോ
നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത വീഡിയോടൊപ്പം തന്നെ പ്ലേ ആവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഇപ്പോൾ കുറേ ഈ സ്റ്റാറ്റസും സ്റ്റോറീസും ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് നമുക്ക് ചെയ്യണമെങ്കിൽ ഇതാണ് കേട്ടോ, ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് വീഡിയോസ് ട്രിം ചെയ്യാം, അതുപോലെ കട്ട് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു തന്നല്ലോ, ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ അതിനനുസരിച്ച് നമുക്ക് ഏതിനും ആവശ്യമില്ലാത്തതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ നെക്സ്റ്റ് ആയിട്ട് തന്നെ വോളിയം എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോസിൻ്റെ വോളിയം നമുക്ക്, അതായത് നോർമലി നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള വീഡിയോസിൻ്റെ സോങ്സ് നമുക്ക് വേണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ വന്നിട്ട് ഇത് മ്യൂട്ട് ചെയ്തിടുക, ആ സൗണ്ട്സ് മ്യൂട്ട് ചെയ്തിടുക. അപ്പോൾ നമുക്ക് ആ പ്രശ്നം തോന്നും. പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോസിന് ബാക്ക്ഗ്രൗണ്ട്, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതാ നമ്മുടെ ഫോട്ടോസിന് തന്നെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഗാലറി പോയിട്ട് ഏതെങ്കിലും ഒരു പിക്ക് എടുത്തിട്ട് അതിൻ്റെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കളേഴ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ കളേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ അതിലേതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് എല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് ഇട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമാണത് ഏതാണോ അത് നമുക്ക് അതിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതൊന്ന് സെലക്ട് ചെയ്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആഡ് ചെയ്യാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായില്ലേ. ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് സ്പീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ട്, അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്ത് വലിച്ചാൽ നമുക്ക് നമ്മുടെ വീഡിയോന് സ്പീഡ് കൂട്ടാനായിട്ട് സാധിക്കും. ലെഫ്റ്റിലോട്ട് കൊടുത്താൽ നമുക്ക് നമ്മുടെ വീഡിയോ സ്ലോ മോഷൻ പോലെ ആവും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഏത് സ്പീഡിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ആനിമേഷനാണ്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ആ എഫക്റ്റുകൾ കാണുന്നില്ല. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ആനിമേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഇപ്പോൾ ഒരു ആനിമേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മേലെയായിട്ട് ഒരു സ്വിച്ച് ബട്ടൺ ഉണ്ട്. അതിൽ നമുക്ക് റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എത്ര രീതിയിൽ വേണം എന്നുള്ളതുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോ എത്ര വേണമെന്ന് വെച്ചാൽ അത് ക്രോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ എടുത്തേക്കുന്ന സെയിം വീഡിയോയുടെ ഡ്യൂപ്ലിക്കേറ്റ് അവിടെ ആഡ് ആവുന്നതാണ്. നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ വരുന്നത് റിവേഴ്സ്, അതായത് നമ്മൾ ചെയ്തേക്കുന്ന വീഡിയോയുടെ റിവേഴ്സായിട്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഒരു ടൈമിംഗ് ഉണ്ട്, അതിനുള്ളിൽ നമ്മളത് റിവേഴ്സായിട്ട് വരും. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് അത് ആക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ വരുന്നത് റൊട്ടേഷനാണ്. അതായത് നമ്മുടെ വീഡിയോ എങ്ങനെ വേണമെങ്കിലും, അതായത് റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് മേലേക്ക് താഴേക്ക് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ റൊട്ടേറ്റ് എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഫ്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ചെയ്ത ആ വീഡിയോയിൽ ജസ്റ്റ് അതായത് അനങ്ങാതെ അങ്ങനെ ഫ്രീസായിട്ട് നിൽക്കും. അപ്പോൾ നമുക്കത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണതിൽ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോൻ്റെ ആദ്യ ഭാഗത്തായിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ആ പ്ലസ് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നേരെ നമ്മുടെ ഗ്യാലറിയിൽ പോവുക. ഏതെങ്കിലും ഒരു ഫോട്ടോ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളതൊന്ന് നമ്മളെ ടിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് താഴെ വരുന്ന ആ ഗ്രീൻ ടിക്കും കൂടി ഒന്ന് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ആഡ് ആവുന്നതാണ്. ഇനി നമുക്ക് അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതാ കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വാട്ടർമാർക്ക് കളയാം. അതിനായിട്ട് ഇൻഷോട്ട് എന്ന് കൊടുത്ത് ഒരു ഇൻറ്റും ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഫ്രീ റിമൂവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷോട്ട് എന്ന് പറഞ്ഞ വാട്ടർമാർക്ക് റിമൂവ് ആയി പോകും കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സേവ് ചെയ്യണത് നോക്കാം. സേവ് ചെയ്യാനായിട്ട് മേലെ സേവ് ഉണ്ട്. എപ്പോഴും ഹൈ ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ സേവ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് സേവും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ആഡ് വരും. അപ്പോൾ ആ ആഡ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ ഇതാ നമ്മുടെ വീഡിയോ ഡയറക്റ്റ് നമ്മുടെ ഗ്യാലറിയിലോട്ട് സേവ് ആവും കേട്ടോ. അപ്പോൾ നമ്മൾ സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കി. ഇനി നമ്മൾ ഇൻഷോട്ടിൽ ഒരു ഫോട്ടോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യണമെന്നും കൂടി നമുക്ക് കാണാം. അതിനായിട്ട് നമ്മൾ ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമ്മുടെ ഗ്യാലറിയിലോട്ട് പോവും. അതിൽ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഒരു പിക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു പിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ക്യാൻവാസ് നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതുപോലെ ഫിൽറ്റർ ഉണ്ട്. ഫിൽറ്ററിൽ നമുക്ക് നമ്മുടെ ഫോട്ടോ ബ്രൈറ്റൻ ചെയ്യാൻ പറ്റും. അതുപോലെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിലേതാ വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം അഡ്ജസ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ അതായത് നമ്മൾ കൊടുത്ത ഫിൽറ്റേഴ്സിൽ ലൈറ്റ്നിങ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഓരോ ഓപ്ഷൻ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഡ്രാഗ് ചെയ്ത് നോക്കുക. അപ്പം നമ്മളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച്, അതായത് ആ ഒരു പിക്കിൻ്റെ ഭംഗിക്കനുസരിച്ച് നമ്മൾ കളറ് ലൈറ്റ്നിങ് കൊടുക്കുക. പിന്നെ വരുന്നത് എഫക്ട്സ് ആണ്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ പലതരത്തിലുള്ള എഫക്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഉചിതമായിട്ടുള്ള എഫക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ പണിയും കഴിഞ്ഞു. പിന്നെ നമ്മൾ നോക്കണത് ബാക്ക്ഗ്രൗണ്ടാണ്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മേലെയായിട്ട് നമ്മുടെ ഫോട്ടോസിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ട് കുറച്ച് സ്ക്രാച്ചബിൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാകും. അത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ വെച്ചാൽ ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ പിക്ചറിൽ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ എൻ്റെ മുകളിലെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് മുമ്പ് ചെയ്ത പോലെ തന്നെ അതിന് ഇഷ്ടപ്പെട്ട കളറും ബോർഡറും ഷാഡോസ് എല്ലാം കൊടുത്തിട്ട് നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എവിടെയാണോ അത് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ നെക്സ്റ്റായിട്ട് വരുന്നത് നമ്മൾ ആ ഒരു എഴുത്തിന് നമ്മൾ കളേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ജസ്റ്റ് താഴെയായിട്ട് നമുക്ക് കുറേ ഓപ്ഷനുകളുണ്ട് ബോക്സുകളിൽ, അതുപോലെ വെറൈറ്റി കളേഴ്സിൽ. അപ്പോൾ അതിൽ ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ഷാഡോസ്, ലേബൽസ്, ബോർഡർ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇത്രേ ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് വരുന്നത് ഫ്രെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സ്ക്വയർ, അതുപോലെ സർക്കിൾ, അതുപോലെ ട്രയാങ്കിൾ, അങ്ങനെ പലതരത്തിലുള്ള ഷേപ്സുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഫോട്ടോസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നല്ലൊരു ഇതാണ് കേട്ടോ. നല്ല നല്ല ഫ്രെയിംസിലുണ്ട്. അപ്പോൾ ഹാർട്ട് ഷേപ്പ് ഉണ്ട്, അതുപോലെ സ്റ്റാർ, അങ്ങനെ പലതരത്തിലുള്ള ഷേപ്പുകളുണ്ട്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫോട്ടോ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ സെലക്ട് ചെയ്തത്. പിന്നെ നമുക്ക് വരുന്നത് റൊട്ടേറ്റ് ചെയ്യാനാണ്. അതായത് ഫ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് ആംഗിൾ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് സൂം ചെയ്യാനായിട്ട് തൊട്ടിപ്പുറത്തൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഒരു ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ സേവ് ചെയ്യാം. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു ആഡ് വരും. ജസ്റ്റ് ആ ആഡ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഇൻഡു വരും. ആ ഇൻഡു ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫോട്ടോ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എഡിറ്റിങ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് കമൻസിലൂടെയൊക്കെ ഒന്ന് അറിയിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. ടാറ്റാ, ബൈ ബൈ.